ഹലോ ഗൈസ്. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ കുറച്ച് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് പറയാൻ വേണ്ടിയിട്ടല്ല, നമ്മൾ ഓർഡർ ചെയ്തേക്കുന്ന ഫുഡ് ആരുടെയാണെന്നറിയാവോ? ആരുടെ? കൊറിയൻ ഫുഡാണ് ഓർഡർ ചെയ്തേക്കുന്നത്. ഞാൻ ഈ ASMR ഒക്കെ കണ്ടിട്ട് അന്ന് കിംച്ചി ട്രൈ ചെയ്ത പോലെ പുതിയ 2 ഐറ്റം ഓർഡർ ചെയ്തിട്ടുണ്ട്. രാത്രിയാകുമ്പോൾ ഫുഡ് അങ്ങനെ കഴിക്കാനുള്ള ഒരു ക്രേവിങ്സ് വരുമല്ലോ. ആൾക്ക് വരാറില്ല, എനിക്കാണ് കൂടുതലും വരാറുള്ളത്. അപ്പോൾ അങ്ങനെ രാത്രിയിൽ ഓർഡർ ചെയ്തേക്കാണ്. കുഞ്ഞ് കിടന്നുറങ്ങി, അതാണ് പയ്യെ സംസാരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഓർഡർ ചെയ്തേക്കുന്ന ഫുഡ് 2 ഐറ്റമാണ്. ഒന്ന് സ്പൈസി ടോപ്പോക്കി, പിന്നാണ് സീ ഫുഡ് ഫ്രൈഡ് ഉഡോൺ. ഇത് ശരിക്കും ഇങ്ങനെ തന്നെയാണോ പ്രൊണൗൺസ് ചെയ്യുക? എന്തോ ആവട്ടെ. അപ്പം ഇതാണ് നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത്. നമുക്കിത് അൺബോക്സ് ചെയ്യാം. അതേ നമ്മുടെ റൈസ് കേക്ക്. അവർ കഴിക്കുന്നതൊക്കെ കാണുമ്പം ഭയങ്കര ടേസ്റ്റാണൊക്കെ തോന്നാറുണ്ട്. ഇതിപ്പം എന്താവുമെന്ന് കണ്ടറിയാലേ. ചോപ്സ്റ്റിക്ക് വയ്യേരും ഞാൻ കുറെ നാളായി. ആദ്യം ഏതാ വേണ്ടേ? ടോഫു. ഇതിൻ്റെ പേരാദ്യം പറയില്ല കേട്ടോ. സ്പൈസി ടോപ്പോക്കി, അതാണ് ഇതെന്ന് തോന്നുന്നു. അപ്പം നമ്മുടെ സ്പൈസി ടോപ്പോക്കി ആക്രാന്ത് തുറക്കട്ടെ. എന്തൊരു കളർ, അടിപൊളി, നല്ല രസമുണ്ടല്ലേ കാണാൻ. ടേസ്റ്റ് ചെയ്യാം, ഇതും കൂടി തുറന്നിട്ട് ടേസ്റ്റ് ചെയ്യാം അല്ലേ. ചൂടൊക്കെ ഉണ്ടേ. പിന്നെ ഇത് നോക്ക്, ചോപ്സ്റ്റിക്ക് എന്താ ഇങ്ങനെ? ഇതിപ്പോൾ ഇങ്ങനെ സെറ്റാക്കുക അല്ലേ. ഓക്കെ, നമുക്ക് അടുത്തത്. ഇതിൻ്റെ പേരെന്തായിരുന്നു? ഫ്രൈഡ് ഉഡോൺ, സീ ഫുഡ് ഫ്രൈഡ് ഉഡോൺ. എൻ്റെ ഉടയോനെ കത്തോനെ. ആഹാ, ഇത് കളർഫുള്ളാണ്. ഇത് കളർഫുൾ അല്ല, ടേസ്റ്റ് ഉണ്ടായാൽ മതിയായിരുന്നു. ഇതിൻ്റെ പേര് ഇതിനെന്താ പറയുക? കല്ലുമ്മക്കായ അങ്ങനെ എന്തല്ലേ പറയുന്നത്? അല്ലേ, ഓയിസ്റ്ററോ? ഇതല്ല ഓയിസ്റ്റർ. ഓക്കെ, ഇതിലെന്തൊക്കെ ഉണ്ടെന്നറിയാവോ? ഇതിൽ ന്യൂഡിൽസ് ഉണ്ട്, സ്ക്വിഡ് ഉണ്ട്, പിന്നെ ദേ ഈ സംഭവം, ഇതിൻ്റെ പേര് തന്നെ കല്ലുമ്മക്കായ. ഈ സീ ഫുഡ് ഐറ്റംസ് ഒക്കെ ഇതിലുണ്ടെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇതിലെല്ലാം ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കണം. ഷ്രിംപ് ഉണ്ട്. ചോപ്സ്റ്റിക്ക് പിടിക്കാനും കിട്ടുന്നില്ല. അപ്പം നമുക്ക് കഴിച്ചു വയ്ക്കാമല്ലോ. എന്തായാലും ചോപ്സ്റ്റിക്ക് വെച്ചൊരു ഒന്ന് പയറ്റ് നോക്കാമല്ലേ. എങ്ങനെ പിടിക്കണ്ടേ? നമുക്കിപ്പോൾ തൽക്കാലം ടോപ്പോക്കിയിൽ പിടിക്കാവേ. എന്താ നമുക്ക് പോളൂ. ഒരു ച്യൂവി ആയിട്ടുള്ളൊരു ഫ്ലേവറൊന്നും ഇല്ലാത്തൊരു സംഭവം. ഈ ഒരു സോസിൽ ഉണ്ടോ? ഈ ഒരു സോസിൽ നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പിൻ്റെയും നമ്മുടെ നാടൻ മുളക് പൊടിയില്ലേ, അതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ള പോലത്തെ ഒരു ഫ്ലേവറും ഉണ്ട്. ഇതിൽ ശരിക്കും പറഞ്ഞാൽ ടോപ്പോക്കി എന്നൊക്കെ പറയുന്നത് ശരിക്കും റൈസ് കേക്കാണ്. പ്രത്യേകിച്ച് അങ്ങനെ ഭയങ്കര ഒരു ഫ്ലേവറൊന്നുമില്ല. പക്ഷേ ഇതിലൊക്കെ ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു ഗുമ്മുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ ഇതെന്താണെന്നറിയില്ല, നോക്കട്ടെ. എന്തോ ഒരു ഫിഷിൻ്റെ ഒക്കെ പോലെ ഒരു ടേസ്റ്റ്. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. കുഴപ്പമില്ല,
പക്ഷേ ഇന്ത്യൻ ഫുഡ് കഴിച്ച് ഇന്ത്യൻ അല്ല കേരള ഫുഡ് കഴിക്കുന്ന നമുക്ക് അത്രയായിട്ട് സംഭവമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ സീ ഫുഡ് ഫ്രൈഡ് ഉഡോൺ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതിൽ ന്യൂഡിൽസ് ഉണ്ട്, ഷ്രിമ്പ് ഉണ്ട്, പിന്നെ എന്താ ഇതെന്തായിരുന്നു, സ്ക്വിഡ് ആണെന്ന് തോന്നുന്നു, പിന്നെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. കഴിച്ചു നോക്കാം. ന്യൂഡിൽസ് കഴിച്ചു നോക്കാം അല്ലേ. ഭയങ്കര സൈസാണല്ലോ ഇത്. ഇത് കൊള്ളാം. ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഉപ്പ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഭയങ്കര ഉപ്പ്. പക്ഷേ ഇത് കൊള്ളാം, ന്യൂഡിൽസ് കൊള്ളാം. ഓക്കെ, ഇത് തിരക്കേടില്ല, ഇത് കൊള്ളാം. എങ്ങനെയുണ്ട്? നീ പറഞ്ഞതല്ല, അങ്ങനെ ഭയങ്കര ചുഴിയായിട്ടുള്ള ഐറ്റം ഇങ്ങനെ സോസിൽ വെറുതെ മുക്കി കഴിക്കുന്നവരുണ്ട്. അടുത്ത ഐറ്റം എങ്ങനെയുണ്ട്? എപ്പടി ആ ടേസ്റ്റ് ഉണ്ട്. നമ്മൾ നാട്ടിലെ നൂഡിൽസ് കഴിക്കുന്ന ആ ഒരു ചെറിയൊരു ഫ്ലേവർ, പക്ഷേ നൂഡിൽസിൻ്റെ വലിപ്പം കൂടുതലാണ്. ഇത് നമുക്ക് പിന്നെയും ഇഷ്ടപ്പെടും, വലിയ കുഴപ്പമില്ലാത്തൊരു ഫ്ലേവറാണ്, അതെനിക്കിഷ്ടപ്പെട്ടു. ഇത് പ്രത്യേകിച്ച് അങ്ങനെ ഭയങ്കരമായൊരു സംഭവമൊന്നുമില്ല, കാണാൻ ഭയങ്കര ലുക്കൊക്കെയാണ്, പക്ഷേ ഒരു റബ്ബറി ആയിട്ടുള്ള ഒരു ഐറ്റം സോസിലൊക്കെ മുക്കി കഴിക്കുന്ന പോലൊരു ഫീലേ ഉള്ളൂ. അപ്പം നമുക്ക് ബാക്കി കഴിച്ച് നോക്കാം. ന്യൂഡിൽസൊക്കെ ഒരു വിധത്തിൽ കഴിച്ചു, ഇതിങ്ങനെ തന്നെ ഉണ്ട്. എന്നെ ചതിച്ചു. ഞാൻ 2-3 കഴിച്ചു, പറഞ്ഞ് മേടിച്ചതല്ലേ, അതുകൊണ്ട് ആയിരിക്കുന്ന ആളത് തൊട്ടുപോലും നോക്കിയിട്ടില്ല. അതിനുള്ളിലൊരു മുട്ട ഉണ്ടായിരുന്നു, അതെടുത്ത് കഴിച്ചു. പിന്നെ സീ ഫുഡ് ഫ്രൈഡ് എന്താ ഡോണ്ട, അത് വലിയ കുഴപ്പമില്ലായിരുന്നു, അത് കുറച്ചൊക്കെ കഴിച്ചു. പിന്നെ ഇതിൽ എന്താ പറയുക, ഭയങ്കര ഉപ്പാണ്, അപ്പം അത് വേസ്റ്റ് ആയി. അങ്ങനെ ഒരു കൊറിയൻ ഫുഡ്, 2 കൊറിയൻ ഫുഡ് കഴിച്ച് ഞങ്ങൾ സംതൃപ്തരായി അല്ലേ? സന്തോഷമായില്ലേ? ഞങ്ങൾക്ക് സന്തോഷമായി. അപ്പം ഇനിയും ഇതുപോലെയുള്ള വെറൈറ്റി ഫുഡുകൾ ട്രൈ ചെയ്യുന്നതായിരിക്കും. അതിൻ്റെയൊക്കെ റിവ്യൂ നമ്മൾ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അല്ലേ? ഇതാണ് ഈ പരിപാടി നിർത്തേണ്ടി വരും എന്നാണ് തോന്നുന്നത്. നമുക്ക് നമ്മുടെ ചോറും ഇച്ചിരി മീൻകറിയും അതന്നെ നല്ലത്. നമ്മൾ ചോറും ചാള വറുത്തതും മീൻകറി ഇട്ടുണ്ട്, അത് കുടുക്കിയിട്ട് തട്ടും, എന്നാലും ഒരു തൃപ്തി വരത്തുള്ളൂ. അപ്പോൾ കൊറിയൻ മതിയായി, സന്തോഷമായി പോകേണ്ട.